Hello friends, welcome to Resolute Academy. I am back with yet another video of daily vocabs. ഇന്ന് നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ടോപ്പ് 5 vocabs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ഈ vocabs ലാസ്റ്റ് വരെ കാണുക. ആൻഡ് ഈ vocabനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ടെസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ആൻഡ് സോൾവ് ദ ടെസ്റ്റ്. അതുപോലെ തന്നെ ഈ vocab ഇവിടെ PDF നമ്മൾ ഡിസ്കസ് ചെയ്തതിന് vocabsനെ ഞാൻ ഒരു PDF ഫോമാറ്റ് ആയിട്ട് ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ആ ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. സോ നിങ്ങൾക്ക് ആ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് PDF യൂസ് ചെയ്യാം. സോ let's go and start with the words. The first word for today is imminent. Imminent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ട് നടക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് there is an imminent threat. Imminent threat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ത്രെറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തോ ബുദ്ധിമുട്ട് വരാനിരിക്കുന്നുണ്ട്, എന്തോ പ്രശ്നം വരാനിരിക്കുന്നുണ്ട്. സോ സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി ഹാപ്പൻ ഓർ സർട്ടൻലി ഹാപ്പൻ എന്നിട്ട് അൺഅവോയ്ഡബിൾ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, imminent എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ പറയാണ് the weather forecast warned of an imminent storm prompting residents to take precautions. അപ്പോൾ ഈ വെതർ ഫോർകാസ്റ്റ് എന്താണ് പറഞ്ഞത്, ഒരു സ്റ്റോം വരാൻ പോകുന്നുണ്ട്, എന്തായാലും ഒരു സ്റ്റോം വരും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്തു, അവർ പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തു തുടങ്ങി. ഓക്കെ, സോ ഇമിനന്റ് ത്രെറ്റ് അല്ലെങ്കിൽ ഇമിനന്റ് സ്റ്റോം അവർ പറഞ്ഞു, ഇത് ചെയ്ത് അഡ്വൈസ് ചെയ്തു. അതുകൊണ്ട് ആൾക്കാർ പ്രിക്കോഷൻസ് എടുത്തു. സിനോണിം എന്ന് പറയുന്നത് ഇംപെൻഡിങ്. ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇനി വരാൻ കിടക്കുന്ന സാധനം. ഓക്കെ, ലൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന സാധനം അല്ലെങ്കിൽ വരാൻ കിടക്കുന്ന സാധനം. ഇനി ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യത കുറവ്, റിമോട്ട്, very what we say, ദൂരെ കിടക്കുന്ന സാധനം, which is not so imminent or not so near in the future. Okay, so that is what we mean by imminent. Now let's see the next word. അടുത്ത വേർഡ് എന്ന് പറയുന്നത് belligerent. belligerent എന്ന വേർഡ് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെയധികം ഹോസ്റ്റൈൽ ആവുന്നുണ്ട്, അഗ്രസീവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ കോമ്പാറ്റ് ചെയ്യുന്നു, ഞാൻ അടി കൂടേണ്ട ഒരു ടെൻഡൻസിയിലോട്ട് എത്തിയിട്ട് അതിന്റെ കാരണം കാര്യങ്ങൾ കുറെ കൂടെ വഷളായി ഒരു യുദ്ധത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു അടി വഴക്കിലോട്ട് എത്തുകയാണെങ്കിൽ അതിനാണ് ബെലിജറന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആൾക്കാർ തമ്മിലുള്ള വഴക്കാണെങ്കിൽ അത് ഈ അഗ്രസീവ് ബിഹേവിയറിന്റെ കാരണം വഴക്കിലോട്ട് എത്തും. ഓക്കെ, സംസാരിച്ച് ഭയങ്കര അഗ്രസീവിൽ എത്തുമ്പോൾ അത് പിന്നെ അടി വഴക്കിലെത്തും. പിന്നെ കൺട്രീസ് തമ്മിലാണെങ്കിൽ എന്താണ്, യുദ്ധത്തിലോട്ട് ചെന്നെത്തും. അതാണ് ബെലിജറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഹീറ്റഡ് ആർഗ്യുമെന്റ് എസ്കലേറ്റഡ് ഇൻ ടു എൻ ബെലിജറന്റ് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് എന്ന് എന്താണ്, നല്ല രീതിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് രണ്ടുപേരും അഗ്രസീവ് സ്റ്റൈൽ യൂസ് ചെയ്തതിന്റെ കാരണം അത് അവസാനം എന്തായി, ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞില്ലേ, ബെലിജറന്റ് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം അഗ്രസീവ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അത് ചീത്ത വിളിയോ അങ്ങനത്തെ രീതിയിൽ എത്തിയിട്ടുണ്ടാവും. അതാണ് ബെലിജറന്റ് എന്ന് പറയുന്നത്. സോ സംതിങ് ദാറ്റ് ഈസ് എക്സ്പ്രസ് വെരി സ്ട്രോങ്ലി ഓർ ഫിയർസ്ലി ആൻഡ് വിത്ത് ആറ്റിറ്റ്യൂഡ് ഓഫ് കോമ്പാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. അതിന്റെ സിനോണിം എന്ന് പറയുന്നത് ഹോസ്റ്റൈൽ എന്നിട്ട് അഗ്രസീവ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കോമ്പാറ്റീവ് അഗ്രസീവ്, അത് തന്നെയാണ് സിനോണിം. ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്, പീസ്ഫുൾ ആൻഡ് അമിക്കബിൾ. Are we clear? So that is the meaning of this and synonym antonym. Let's move on to the next word, that is mitigate. Mitigate ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് വെരി സിമ്പിൾ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സിവിയറിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പെയിൻ ഉണ്ട്, ആ പെയിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മിറ്റിഗേറ്റ് ദ പെയിൻ എന്ന് പറയും. അതേ സിമിലർ വേർഡ് ആണ് എലിവേറ്റ്. നിങ്ങൾ പോവർട്ടി എലിവേഷൻ മെഷേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. പോവർട്ടി എലിവേഷൻ മെഷേഴ്സ് എന്താണ്, പോവർട്ടി കുറയ്ക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ്. അപ്പോൾ മിറ്റിഗേറ്റ് ആൻഡ് എലിവേറ്റ് ആർ സിമിലർ വേർഡ്സ്. സോ എന്തെങ്കിലും ഇന്റൻസിറ്റിയോ എന്തെങ്കിലും പ്രശ്നം കുറയ്ക്കുക എന്നുള്ളതാണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദ പ്ലാന്റിംഗ് മോർ ട്രീസ് ക്യാൻ ഹെൽപ്പ് മിറ്റിഗേറ്റ് ദ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ബൈ അബ്സോർബിംഗ് കാർബൺ ഡയോക്സൈഡ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ എൻവയോൺമെന്റിൽ ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് പ്ലാന്റിംഗ് മോർ ട്രീസ്, കൂടുതൽ ട്രീസ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ കാർബൺ ഡയോക്സൈഡിന്റെ കൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും. കാരണം പ്ലാന്റ്സ് എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും. I hope this is clear. So let's talk about the synonyms here. Alleviate എന്നിട്ട് diminish. Okay, ഞാൻ പറഞ്ഞില്ലേ ഇന്റൻസിറ്റി കുറയ്ക്കുക, ഡിമിനിഷ് ചെയ്യുക. അതിന്റെ ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റ് കൂട്ടുക, ഇന്റൻസിഫൈ കൂട്ടുക. Okay, so let's see next word. Next word for today is infringement. Infringement എന്ന് പറഞ്ഞാൽ ലോ വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരുടെങ്കിലും റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുക, അതിനെയാണ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഒരു ആരുടെങ്കിലും അവകാശത്തിൽ കടന്നു കയറുന്നതാണ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇൻഫ്രിഞ്ച്മെന്റ് ഈസ് വയലേഷൻ ഓഫ് എ ലോ ഓർ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ ഓർ someone else. ഓക്കെ, സോ ദ കമ്പനി വാസ് സൂഡ് ഫോർ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആഫ്റ്റർ യൂസിങ് അനദർ കമ്പനീസ് ലോഗോ വിതൗട്ട് പെർമിഷൻ. അപ്പൊ ഈ കമ്പനി എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്, സൂ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്, കേസ് ഫയൽ ചെയ്തു. കാരണം ഇവർ വേറെ ഒരാളുടെ കമ്പനി ലോഗോ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്തു. അപ്പൊ അവരുടെ റൈറ്റിന്റെ കോപ്പിറൈറ്റിന്റെ വയലേഷൻ ആയി. അതാണ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്, കോപ്പിറൈറ്റ് വയലേഷൻ. ഓക്കെ, സിനോണിം എന്ന് പറയുന്നത് വയലേഷന് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് someone's privacy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലേഷൻ ഓഫ് someone's privacy or violation of contract. ഓക്കെ, ഇനി കംപ്ലയൻസ് എന്ന് പറഞ്ഞാലും അഡ്ഹറൻസ് എന്ന് പറഞ്ഞാലും എന്താണ്, നിയമം ലംഘിക്കുകയാണ്. ഏത്, ഇൻഫ്രിഞ്ച്മെന്റും ബ്രീച്ചും ഒക്കെ, ഇത് നിയമം പാലിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ഉള്ളതുപോലെ നിയമം പാലിച്ചു പോവുക. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പൊസഷൻ. നിങ്ങൾക്ക് പൊസഷൻ എന്താണെന്ന് അറിയാലോ അല്ലേ? പൊസഷൻ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്. ഇനി ഡിസ്പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പ് എടുത്തുകൊണ്ട് പോവുക. ഓക്കെ, നമ്മളെ ഓണർഷിപ്പ് ആരെങ്കിലും ഫോഴ്സ്ഫുള്ളിയോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാതെ, നമ്മളെ ഒരു സമ്മതമില്ലാതെ നമ്മളെ നിന്ന് എടുത്ത് മാറ്റുന്നതിനാണ് ഡിസ്പൊസഷൻ എന്ന് പറയുന്നത്. അത് എന്തിന്റെ പൊസിഷനും ആവാം, പ്രോപ്പർട്ടിയുടെ ആവാം, വേറെ എന്തെങ്കിലും ആവാം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഡിസ്പൊസഷൻ. ഇപ്പം ഇവിടെ ഒരു കാര്യമുണ്ട്, ഇൻഡിജിനിയസ് പീപ്പിൾ എക്സ്പീരിയൻസ് ഡിസ്പൊസഷൻ ഓഫ് ദിയർ ആൻസിസ്ട്രൽ ലാൻഡ്സ് ഡ്യൂറിംഗ് ദ കോളനിയൽ പീരീഡ്. അപ്പോൾ കോളനിയൽ പീരീഡിന്റെ സമയത്ത് എന്ത് പറ്റി? ഇൻഡിജിനിയസ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ സ്വന്തക്കാര് അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം എന്താണ് ഇവര് ബ്രിട്ടീഷേഴ്സ് എടുത്തോണ്ട് പോയി. ഓക്കെ, ദേ ടുക്ക് ദ റൈറ്റ്, എടുത്തോണ്ട് പോയി ഫിസിക്കലി എടുത്തോണ്ട് പോയി എന്നല്ല, അതിന്റെ അവകാശം അവര് കൈപ്പറ്റി. ഓക്കെ, അത് അവരെ സമ്മതത്തോടെ ആയിരുന്നില്ല. അതിനാണ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ സിനോണിം നോക്കുകയാണെങ്കിൽ ഡിപ്രൈവേഷനും ഇത് തന്നെയാണ്. ഓക്കെ, ഇല്ലാതാവുക, നമ്മളെ പവർ അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു സാധനം ഇല്ലാതാവുക, ഡിപ്രൈവ് ചെയ്യുക. എക്സ്പ്രോപ്രിയേഷൻ. ഓക്കെ, expropriation. Okay, expropriation means taking away someone's rights or someone's ownership without his or her will. Okay, let's see. അപ്പോൾ നമ്മൾ ഡിസ്പൊസിഷന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സിമ്പിൾ പൊസിഷൻ അല്ലെങ്കിൽ റിട്ടൈൻമെന്റ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്ര തന്നെ ഉള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. എല്ലാ വേർഡ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെസ്റ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ ഇതിന്റെ PDF ആണെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ പോയി അവിടെ നിങ്ങൾക്ക് ഈ PDF ഡെയിലി ഉള്ളത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.